നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. അങ്ങനെ പോളണ്ട് പടിയിറങ്ങി. ഈ യൂറോ കപ്പിൽ നിന്ന് പുറത്താകുന്ന ആദ്യ ടീമായിട്ട് അവർ മാറിയിരിക്കുകയാണ്. ക്ലബ് ഫുട്ബോൾ മത്സരങ്ങളിൽ ഗോളടിച്ച് വിസ്മയിപ്പിക്കുന്ന റോബർട്ട് ലെവൻഡോസ്കിക്ക് ഇനി ഈ യൂറോ കപ്പിൽ ബൂട്ട് കെട്ടാൻ പറ്റില്ല. ശരിയാണ്, പരിക്ക് അദ്ദേഹത്തെ വലച്ചു. അദ്ദേഹത്തിന് അധിക സമയമൊന്നും കളിക്കളത്തിൽ നിൽക്കാൻ പറ്റിയിട്ടില്ല. എന്തൊക്കെ പറഞ്ഞാലും പോളണ്ടിനെ കുറിച്ച് നമ്മൾ ടൂർണമെന്റിന് മുമ്പ് നടത്തിയ ആ പ്രിവ്യൂവിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. അത് തന്നെ സംഭവിച്ചിരിക്കുന്നു. വമ്പൻ മത്സരങ്ങളിലേക്ക് വരുമ്പോൾ, അത് കഴിഞ്ഞ വേൾഡ് കപ്പിലും നമ്മൾ കണ്ടതാണ്, ഇപ്പൊ ഈ യൂറോ കപ്പിലും അത് നമ്മൾ കാണുന്നു. അവർക്ക് സൂപ്പർ താരങ്ങളൊക്കെ ഉണ്ട് നിരയിൽ. പക്ഷേ വമ്പൻ മത്സരങ്ങൾക്ക് വരുമ്പോൾ, ദേശീയ ടീമിനായിട്ട് ഒരുമിച്ച് കളിക്കുമ്പോൾ ആ മികവ് അവർക്ക് പുറത്തെടുക്കാൻ പറ്റുന്നില്ല. പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് വീഴുന്നു. അത് വീണ്ടും ആവർത്തിച്ചിരിക്കുന്നു. ആദ്യ കളിയിൽ അവര് പോളണ്ടിനോട് 2-1 പൊട്ടിയിരുന്നു. രണ്ടാമത്തെ കളിയിൽ ഓസ്ട്രിയയോട് 3-1 തകർന്ന് തരിപ്പിടമായി. അതിന്റെ ഫൈനൽ റിസൾട്ട് എന്താന്ന് വെച്ചാൽ അവരിതാ ഗ്രൂപ്പ് ഡിയിൽ നിന്ന് പുറത്തായിരിക്കുന്നു. ഇനി ഒരു കളി ബാക്കിയുണ്ട്, ശരിയാണ്. പക്ഷെ അത് വിജയിച്ചാലും ഒരു കാര്യവുമില്ല എന്ന സ്ഥിതിവിശേഷമായിരിക്കുന്നു എന്നർത്ഥം. ഇപ്പോൾ 2 കളികൾ വീതം കഴിയുമ്പോൾ ഗ്രൂപ്പ് ഡിയിൽ നെതർലൻഡ്സ് 4 പോയിന്റ്, ഫ്രാൻസ് 4 പോയിന്റ്, ഓസ്ട്രിയക്ക് 3 പോയിന്റ് ഉണ്ട്, പോളണ്ടിന് പോയിന്റുകളില്ല. അപ്പൊ ഇവിടെ സംഭവിച്ചത് നെതർലൻഡ്സും ഫ്രാൻസും റൗണ്ട് ഓഫ് 16 സെക്യൂർഡാക്കിയിരിക്കുകയാണ്. ഇപ്പൊ 3-ാം സ്ഥാനത്താണെങ്കിൽ പോലും ഓസ്ട്രിയക്ക് നോക്കൌട്ട് സ്റ്റേജിലേക്ക് കടക്കാൻ ഗുഡ് ചാൻസ് ഇപ്പോഴും ബാക്കിയുണ്ട്. അതേസമയം പോളണ്ട് ആർ ഫസ്റ്റ് ടീം അറ്റ് യൂറോ 2024 ടു ബി നോക്ക്ഡ് ഔട്ട്. സോ അവര് പുറത്തേക്ക് പോയിരിക്കുന്നു. ഇനി റോബർട്ട് ലെവൻഡോസ്കിക്ക് അതുപോലെയുള്ള വമ്പൻ താരത്തിന് ഇനിയൊരു മേജർ ടൂർണമെന്റ് ഉണ്ടോ ദേശീയ ടീമിനായിട്ട് എന്നുള്ളൊരു ചോദ്യം തന്നെയാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വരാം.